നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടി ആഫീസിൽ തീയും പുകയും ഉയരുമ്പോൾ ജയിലിൽ നിന്നും കൂട്ടക്കരച്ചിൽ. നമ്മൾ തോറ്റെന്ന ദൂത് പൂജപ്പുര ജയിലിലേക്ക് എത്തി. സെല്ലുകളിൽ നിലവിളിച്ച് പത്മകുമാറും വാസുവും. പഞ്ചായത്തുകളിൽ വരെ തിരിച്ചടി ഉണ്ടായെന്ന വാർത്ത ഉൾക്കൊള്ളാനാകാതെ അടിതെറ്റി വീണു വാസു. അയ്യപ്പന്റെ പൊന്നു കട്ടത് പൊറുക്കില്ലെന്ന് ജനം ഉറപ്പിച്ച് തീരുമാനിച്ചപ്പോൾ അടിത്തറയും ഇളകി നടുവും തല്ലി വീണിരിക്കുകയാണ് CPM. വാസുവും പത്മകുമാർ ഉൾപ്പെടെ ഇപ്പോൾ അകത്ത് കിടക്കുന്നവന്മാർ പുറത്തിറങ്ങിയാൽ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് അണികൾ കലിതുള്ളുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഭരണവിരുദ്ധ വികാരവും CPMന്റെ കുഴി തോണ്ടിയെന്ന് പാർട്ടി വിലയിരുത്തി കഴിഞ്ഞു. ചാകും വരെ ജയിലിൽ തന്നെയെന്ന ഭയം പത്മകുമാറിനെയും വാസുവിനെയും വേട്ടയാടുന്നു. തദ്ദേശത്തിൽ വീണു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നട്ടല്ലൊടിഞ്ഞു വീണാൽ അധികാരം കോൺഗ്രസിന് പോകും. പിന്നെ സ്വർണ്ണക്കൊള്ളക്കാരുടെ അന്ത്യമായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടാൽ ശബരിമല കൊള്ളയിൽ കോൺഗ്രസിന് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ജനമെടുത്ത് തോട്ടിലെറിയും. ശബരിമല വിശ്വാസം ഞങ്ങൾ സംരക്ഷിക്കും, കൊള്ളക്കാരെ തീർത്തുകെട്ടും എന്നൊക്കെ സതീശനും കൂട്ടരും വീരവാദം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസത്തിനൊപ്പം വിശ്വാസികൾക്കൊപ്പമെന്ന് തെളിയിക്കേണ്ടത് കോൺഗ്രസിന്റെയും UDFന്റെയും നിലനിൽപ്പിന്റെ ആവശ്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി ജയിലിൽ ഇഴകീറി പരിശോധിച്ച വാസുവും പത്മകുമാറും തലയിൽ കൈവയ്ക്കുകയാണ്. ഇനി രക്ഷയില്ല, ജയിലിൽ ചോര തുപ്പുമെന്ന ഭയം. മാറി മാറി ജാമ്യാപേക്ഷ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കുന്നതേയില്ല കോടതി. ഒരുത്തനും ജാമ്യമില്ലെന്ന് പ്രഖ്യാപിച്ച് ഊടുപാട് ജാമ്യം തള്ളുകയാണ്. അതിന്റെ ഞെട്ടലിൽ വിറച്ചിരിക്കുമ്പോഴാണ് തദ്ദേശത്തിൽ തോൽവി ഏറ്റുവാങ്ങിയ വാർത്തയും ജയിലിലേക്ക് എത്തിയത്. അധികാരം കിട്ടിയാൽ കോൺഗ്രസ് പക വീട്ടുമെന്ന പേടി ഇരുവരെയും വേട്ടയാടുന്നുണ്ട്. ശബരിമല കൊള്ളയിൽ കടകംപള്ളിക്കും പൂര തെറിവിളിയാണ്. കടകംപള്ളിക്ക് പങ്കുണ്ട് എന്ന് പാർട്ടിയിലെ പല നേതാക്കളും അടക്കം പറയുന്നുണ്ട്. ജനങ്ങൾ ഇതെല്ലാം ചർച്ചയാക്കി. കടകംപള്ളിയെയും ചവിട്ടി പുറത്താക്കണമെന്ന മുറവിളി പാർട്ടിയിൽ ഉയരുന്നുണ്ട്. പിണറായി വിജയനും MV ഗോവിന്ദനും കടകംപള്ളിയെ എടുത്തിട്ട് കുടഞ്ഞു എന്നാണ് സൂചനകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇനിയൊരു അറസ്റ്റ് പാടില്ല എന്ന് ആഭ്യന്തര വകുപ്പ് SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നല്ലോ. ഇനി വരും ദിവസങ്ങളിൽ ചറപറ അറസ്റ്റ് ആയിരിക്കും. കടകംപള്ളിയാണോ അതോ ശങ്കർദാസ് ആണോ വിജയകുമാർ ആണോ അടുത്ത വിക്കറ്റ് എന്ന് അറിയാൻ മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടിയായാൽ നിയമസഭയിലും ശുഭം. CPM ചത്തുമലക്കും. AKG സെന്ററിൽ പൊട്ടിത്തെറിയാണ്. പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ട CPMൽ നിന്ന് മുറവിളി ശക്തമാണ്. എല്ലാം കൂടി പിടിവിട്ട് പൊട്ടിത്തെറിച്ച് കത്തുമോ എന്ന ആവലാതിയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്. ഈ സർക്കാരും പാർട്ടിയും ഓർക്കേണ്ട ചില സത്യങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്ര ഏജൻസികളായിരുന്നു ശബരിമല കൊള്ള അന്വേഷണം നടത്തിയതെങ്കിൽ രാഷ്ട്രീയ വേട്ടയാടലെന്ന് സർക്കാരിന് വാദിക്കാമായിരുന്നു. എന്നാൽ ഹൈക്കോടതി നിയോഗിച്ച പിണറായി കക്ഷത്തിരിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്ന അന്വേഷണം അതിനെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കാനും വെളുപ്പിക്കാനും CPMന് കഴിയും. പത്മകുമാർ വരെയുള്ളവരുടെ അറസ്റ്റ് SIT വെറുതെ പോയി അങ്ങ് തൂക്കിയെടുത്തതല്ല. ഹൈക്കോടതി ഉത്തരവിലായിരുന്നു ആ നടപടി. ഹൈക്കോടതിയിൽ ജനം വിശ്വസിച്ചു. അവിടെ നിങ്ങൾക്ക് അടിപതറി. ഹൈക്കോടതി പച്ചയ്ക്ക് ഉത്തരവിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? ദേവസ്വം ബോർഡിന് ഈ കൊള്ളയിൽ പങ്കുണ്ടെന്നാണ്. ഹൈക്കോടതിയുടെ ആ ഉറച്ച ശബ്ദം ജനങ്ങൾക്കിടയിലേക്കും വിശ്വാസികൾക്കിടയിലേക്കും പരന്നു. അവിടെയാണ് CPMന് അടിപതറി തുടങ്ങിയത്. എന്നാൽ അപ്പോഴും ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. ക്ഷേമ പെൻഷൻ കൊടുത്ത് കൊള്ള കവറപ്പ് ചെയ്യാമെന്നും വികസനത്തിന്റെ കുറെ ലിസ്റ്റ് എടുത്തിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്നും കരുതി. വിശ്വാസത്തിന് മേലെ കൈവച്ചാൽ ജനം വെറുതെ ഇരിക്കുമോ സഖാക്കളെ? നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു. ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നു. പത്മകുമാറിനെയും വാസുവിനെയും ആരോപണം വന്നപ്പോൾ തന്നെ എടുത്ത് തോട്ടിലെറിഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷേ ഇരുവരുടെയും നാവിൻ തുമ്പിലെ പേരുകളിൽ പേടിച്ച് വിറച്ച് അവരെ പൊതിയേണ്ടി വന്നു CPMന്. ക്ഷമ നശിച്ച ജനം വോട്ടിലൂടെ പണി തന്നു. ജനങ്ങൾ ഇതൊന്നും കാണുന്നില്ല എന്നാണോ CPMന്റെ വിചാരം? ജനങ്ങൾ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, അവർ വിലയിരുത്തുന്നുണ്ട്. പ്രതികരിക്കേണ്ട സമയത്ത് അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. ആ പ്രതികരിച്ചതിന്റെ ക്ഷീണമാണ് ഇപ്പോൾ CPMന് കിട്ടിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട്, SITക്ക് ചില തെളിവുകൾ നൽകാനുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ മൊഴി എടുക്കാൻ പോലും തയ്യാറായില്ല. ഉടനെ രമേശ് ചെന്നിത്തലയുടെ മൊഴി എടുക്കരുതെന്ന് SITക്ക് മേലെ സമ്മർദ്ദം ഉണ്ടാക്കി. അത് ജനങ്ങൾ വിലയിരുത്തി. എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ മൊഴി എടുക്കുന്നില്ല എന്ന ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിച്ചു തുടങ്ങി. ഇതിലെന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ട് എന്ന് അവർ തന്നെയാണ് വിലയിരുത്തിയത്. ശബരിമലയിൽ നിങ്ങൾ ഈ ജനങ്ങളെ വിശ്വാസികളെ പച്ചയ്ക്ക് വഞ്ചിച്ചു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിടത്തു നിന്നാണ് CPMന് തകർച്ച നേരിട്ടത്.
തദ്ദേശ പരാജയം ഇഴകീറി പരിശോധിക്കുകയാണ് പാർട്ടി ഇപ്പോൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ നിലപാട് ജനത്തിന് അവമതിപ്പുണ്ടാക്കിയെന്ന് എല്ലാ നേതാക്കളും പറയുന്നു. പത്മകുമാറിനെയും വാസുവിനെയും തള്ളിപ്പറയാതെ പാർട്ടി ചേർത്ത് നിർത്തിയത് ജനം ചർച്ചയാക്കി എന്നും നേതാക്കൾ തന്നെയാണ് പറയുന്നത്. പത്തനംതിട്ടയിലെ CPM ഉന്നതന്മാർക്ക് കൊള്ളയിൽ പങ്കുണ്ടെന്ന വിവരങ്ങൾ വാസു പത്മകുമാർ കൂട്ടരുടെ മൊഴിയിലൂടെ പുറത്തുവന്നത് കനത്ത തിരിച്ചടി ഉണ്ടാക്കി. പത്തനംതിട്ട ജില്ലയിലെ തോൽവിക്ക് അത് വഴിവെച്ചു. ജില്ലയിലെ ചില നേതാക്കൾ പത്മകുമാറിനെ പുറത്താക്കണമെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും പാർട്ടി അത് ചെവിക്കൊണ്ടില്ല. ഈ നടപടി തിരിച്ചടി ഉണ്ടാക്കുമെന്ന് നല്ല കമ്മ്യൂണിസ്റ്റുകൾ മുന്നറിയിപ്പ് കൊടുത്തു. അതും അവഗണിച്ച് പത്മകുമാറിനെ താങ്ങാൻ പോയതിനും കൂടി കിട്ടിയ അടിയാണ്. മേടിച്ച് കക്ഷത്ത് വെച്ചോ. അടിസ്ഥാന വോട്ടിൽ വരെ ശബരിമല വിവാദം വിള്ളലുണ്ടാക്കി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നിലപാട് ജനങ്ങളിലേക്ക് എത്തിക്കാനായില്ല എന്നും ആരോപണ വിധേയരായ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാത്തത് എതിർവികാരം ഉണ്ടാക്കിയെന്നും CPM ഇപ്പോൾ വിലയിരുത്തുകയാണ്. ആഗോള അയ്യപ്പ സംഗമവും ഗുണം ചെയ്തില്ല. ഭൂരിപക്ഷ സമുദായങ്ങളെ കൂടെ നിർത്താനുള്ള നീക്കവും വിപരീത ഫലമുണ്ടാക്കി. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടത് വിരുദ്ധ വികാരം ഉണ്ടായി എന്നും ന്യൂനപക്ഷ വോട്ട് UDFന് അനുകൂലമായി എന്നും CPM വിലയിരുത്തുന്നു. CPM നേതൃത്വമാണ് ഇത് സംബന്ധിച്ച പ്രാഥമിക വിലയിരുത്തൽ നടത്തിയത്. മുഖ്യമന്ത്രിയോടും CPM നേതൃത്വത്തോടും ഏറ്റവും അടുപ്പമുള്ള 2 ദേവസ്വം മുൻ അധ്യക്ഷന്മാർ ജയിലിലായത് CPMന് വലിയ തിരിച്ചടിയല്ല, പടുകുഴിയിലേക്കാണ് തള്ളിയിട്ടത്. ആ സംഭവം പത്മകുമാറിനെതിരെ ചെറിയൊരു നടപടി എടുക്കാത്തതുപോലും ജനരോഷം ഇരട്ടിപ്പിക്കുന്നതിന് കാരണമായി. ഇത് മറയ്ക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പരമാവധി പ്രചരിപ്പിച്ചുവെങ്കിലും ഏശിയില്ല. അതേസമയം ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസ് സ്കോർ ചെയ്യുകയും ചെയ്തു. പത്മകുമാറിനെ പാർട്ടി ചേർത്ത് നിർത്തിയപ്പോൾ ജനം പറഞ്ഞു, ഈ കൊള്ളയിൽ ഉന്നതന്മാർക്ക് പങ്കുള്ളതുകൊണ്ടാണ് സർക്കാരും CPMും ഈ കളി കളിക്കുന്നതെന്ന്. CPMനെ പാതാള കുഴിയിലേക്ക് ചവിട്ടി മൂടി അയ്യപ്പൻ. ഇതിനിടയിൽ CPM നേതാക്കൾ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള CPMകാർ ചില വെള്ളപൂശലും കൊണ്ട് വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: ശബരിമല ഉൾപ്പെടുന്ന പെരിനാട് പഞ്ചായത്തിൽ LDFന് ഭരണ തുടർച്ച ഉണ്ടായിട്ടുണ്ട്. ഇത് ഉയർത്തിക്കാട്ടിയാണ് വെള്ളപൂശുന്നത്. അതായത് ശബരിമല ഏശിയിട്ടില്ല, ജനവിരുദ്ധ വികാരത്തിന് അതല്ല കാരണം എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. ശബരിമല വാർഡിലും LDF ജയിച്ചിട്ടുണ്ട്. LDF UDF സ്ഥാനാർത്ഥികൾക്ക് തുല്യ വോട്ട് ലഭിച്ചതോടെ ടോസിലൂടെയായിരുന്നു LDF സ്ഥാനാർത്ഥി ജയിച്ചത്. CPMന്റെ PS ഉത്തമനും കോൺഗ്രസിന്റെ അമ്പിളി സുജസിനും 268 വോട്ട് വീതം ലഭിച്ചിരുന്നു. തുടർന്നാണ് ടോസ് വേണ്ടി വന്നത്. BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ശബരിമല വാർഡ്. എന്നാൽ ഇത്തവണ BJP സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന രാഷ്ട്രീയ വിഷയമായി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ LDFന് അടിപതറിയെങ്കിലും ശബരിമല വാർഡ് തുണച്ചത് പാർട്ടിക്ക് വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. ഇപ്പോൾ 16ൽ 10 വാർഡുകളിലാണ് LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. UDF 3, BJP 3 എന്നിങ്ങനെയാണ് കക്ഷിനില. നേരത്തെ 5 സീറ്റുകളാണ് BJPക്ക് ഉണ്ടായിരുന്നത്. ഇതിൽ 2 എണ്ണം LDF പിടിച്ചെടുക്കുകയായിരുന്നു. ഈ വാർഡിൽ, അതായത് BJPക്ക് കുത്തകയുണ്ടായിരുന്ന വാർഡിൽ LDF ജയിക്കുമ്പോൾ ഇവിടെ നമ്മൾ BJPയുടെ ചില ഇരട്ടത്താപ്പുകൾ കൂടി പറയണം. കാരണം ശബരിമല വിഷയത്തിൽ BJP ഒന്നും ചെയ്യുന്നില്ല എന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായതാണ്. വർഗീയത പറയുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്ന് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് പല നിലപാടുകൾ സ്വീകരിക്കാമായിരുന്നു. എന്തുകൊണ്ട് അതിനൊന്നും തുനിഞ്ഞിറങ്ങിയില്ല? അതായത് ശബരിമലയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് നടന്നിരുന്നതെങ്കിൽ ഉറപ്പായും പിണറായി മോദി ഡീൽ നടക്കുമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഹൈക്കോടതി ആയതുകൊണ്ടാണ് സത്യസന്ധമായ കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJPക്കും കൂടി ജനം നല്ല അടി കൊടുത്തത്. ശബരിമലയിൽ നടന്നിരിക്കുന്നത് നിസ്സാര കൊള്ളയൊന്നുമല്ല. അയ്യപ്പന്റെ മുതലാണ് കട്ടെടുത്തിരിക്കുന്നത്. അയ്യപ്പന്റെ മുതൽ എന്ന് പറയുമ്പോൾ ഓരോ ഭക്തനും അയ്യപ്പന് കാണിക്ക വെക്കുന്നത്. അവിടെയാണ് കയറി ഇമ്മാതിരി കൊള്ള നടത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ 2016 അധികാരത്തിലെത്തിയത് മുതൽ ശബരിമലയിൽ നടത്തിയ ഇടപാടുകളും നിയമനങ്ങളും പരിശോധിക്കുമ്പോൾ സ്വർണ്ണക്കൊള്ള സംഭവത്തിൽ ദുരൂഹതയേറുകയാണ്. 2017 നവംബറിൽ CPM നേതാവ് A പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായും CPI നേതാവ് ശങ്കർദാസിനെ മെമ്പറായും നിയമിക്കുന്നു. ഈ സംഘത്തിന്റെ ഉത്തരവ് പ്രകാരം 2019 മാർച്ച് 11 ശ്രീകോവിലിൽ പുതിയ വാതിൽപാളികൾ നിർമ്മിച്ച് സ്വർണം പൂശി സ്ഥാപിക്കുന്നു. ശേഷം കട്ടിളകൾ, ദ്വാരപാലക പാളികൾ തുടങ്ങി നല്ലൊരു ഭാഗം സ്വർണമെടുത്ത് മാറ്റാൻ ദേവസ്വം ബോർഡുമായി ചേർന്ന് വഴിയൊരുക്കാൻ ഒത്താശ ചെയ്ത ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ N വാസു 2019 മാർച്ച് 31 പടിയിറങ്ങുന്നു. 7 മാസത്തിന് ശേഷം 2019 നവംബറിൽ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അവരോധിച്ചതും സംശയം ജനിപ്പിക്കുന്നു.
ഈ വിചിത്രമായ നിയമനത്തിന് സാധുത പകരുന്ന ഒരു സേവനവും വാസുവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. കൂടാതെ വാസു ഈശ്വര വിശ്വാസിയുമല്ല. അതിനാൽ നിയമനത്തിന് പിന്നിൽ നിഗൂഢതയുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. അതായത് ഈ നിയമനങ്ങൾ നടത്തിയതിൽ പോലും കൊള്ള നടത്തുന്നതിന് കൃത്യമായ പദ്ധതി ഒരുക്കലായിരുന്നു. ദ്വാരപാലക ശില്പത്തിന്റെ പീഠങ്ങൾ സ്വർണം പൂശി സ്ഥാപിക്കുന്നത് 2020 എൻ വാസു പ്രസിഡന്റായ കാലത്താണെന്ന കാര്യം ശ്രദ്ധേയമാണ്. 21 നവംബറിൽ CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അനന്തഗോപൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള 2 വർഷം ദേവസ്വം മാനുവൽ അനുസരിച്ച് മാത്രമേ നിർമ്മാണങ്ങൾ ശബരിമലയിൽ നടന്നിരുന്നുള്ളൂ. 2023 നവംബറിൽ PS പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റായി ചുമതലയേറ്റ് അധികം കഴിയും മുൻപ് തന്നെ ദ്വാരപാലക പാളികളിൽ വീണ്ടും സ്വർണം പൂശാനുള്ള നടപടികൾ ആരംഭിച്ചതായി തെളിവുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2024 മണ്ഡലകാലത്തിന് മുൻപ് പാളികളിൽ സ്വർണം പൂശാനായിരുന്നു തിരക്കിട്ട നീക്കമെങ്കിലും നടന്നില്ല. 2019 പൂശിയ സ്വർണം കേവലം 4 വർഷത്തിനുള്ളിൽ മാഞ്ഞുപോയത് മറയ്ക്കാൻ നടത്തിയ ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് SIT തുടക്കം മുതൽ തന്നെ സംശയിച്ചിരുന്നു. 2024 നടക്കാതെ പോയ സ്വർണം പൂശലാണ് 2025 പ്രാവർത്തികമാക്കിയത്. സ്പെഷ്യൽ കമ്മീഷണർ പോലും അറിയാതെ അതീവ രഹസ്യമായി നടപ്പാക്കിയ കള്ളക്കളി ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന ചോദ്യവും ഉയരുകയാണ്. ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും. കാരണം പ്രതിപട്ടികയിലുള്ളവർ മുഴുവൻ CPMകാരാണ്. മുൻ മന്ത്രിക്കും മറുപടി പറയേണ്ടി വരും. അങ്ങനെ രക്ഷപ്പെട്ടു എന്നൊന്നും കടകംപള്ളി സുരേന്ദ്രൻ കരുതരുത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.